പല പല അനുഭവങ്ങളും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻബോക്സ് നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. ചോദിക്കുന്നവരോടൊക്കെ 3 ദിവസം കഴിഞ്ഞ് ഓർമ്മിപ്പിക്കൂ, 3 ദിവസം കഴിഞ്ഞ് ഓർമ്മിപ്പിക്കൂ എന്ന് പറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നവരുടേത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഓർമ്മിപ്പിക്കുക, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷേ കുറച്ച് സമയം എടുക്കുന്നേയുള്ളൂ. അപ്പോൾ ഷീബ അപ്പക്കുട്ടൻ, ആഹാ എന്താ നല്ല പേര്. അപ്പോൾ ഗംഭീരമായിട്ടൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേൾക്കാമല്ലോ? എല്ലാവരും റെഡിയല്ലേ? കണ്ണൻ എനിക്ക് തന്ന കദളിപ്പഴത്തിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിരുന്നു. സാറ് വായിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ പറയുന്നത് കണ്ണൻ എൻ്റെ പൊന്നുണ്ണി എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്ന അനുഭവമാണ് കേട്ടോ. ഇനി കാര്യത്തിലേക്ക് വരാം. സാർ, എൻ്റെ വീട്ടിൽ ഒരുപാട് കണ്ണനുണ്ട്. വീട്ടിലെ കണ്ണന്മാരുടെ കഥ പിന്നീട് പറയാട്ടോ. ഞാൻ ഈ ഫെബ്രുവരി 28 കുളിച്ചു വന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചു. ആദ്യം കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ കൂട്ടുകൂടി. എന്നിട്ട് ഞാൻ ചോദിച്ചു, കണ്ണാ, നീ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? അതിനൊരു തെളിവായിട്ട് ഒരു കുന്നിക്കുരുവായിട്ടോ മഞ്ചാടിക്കുരുവായിട്ടോ ഒന്ന് വരുമോ കണ്ണാ? എൻ്റെ പൊന്നുണ്ണിയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒരു രാത്രി കൊണ്ട് ഞാനിതൊക്കെ മറന്നു കേട്ടോ. നേരം വെളുത്ത് ഞാൻ അമ്പലത്തിൽ പോയി. മാർച്ച് 1 ഞങ്ങളുടെ അമ്പലത്തിൽ ആയില്യം പൂജ ഉണ്ടായിരുന്നു. ഈ ദിവസം അമ്പലത്തിൽ പൂജയ്ക്ക് വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഞങ്ങൾ. ഞാൻ അതൊക്കെ റെഡിയാക്കാൻ കൂടി. പൂജ കഴിഞ്ഞ് വരുന്നവർക്ക് കഞ്ഞി ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൊടുക്കുക പതിവ്. ഇന്ന് അവിടെ വേറെ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ഭക്ഷണം കൊടുക്കൽ വായനശാലയുടെ മുന്നിൽ വെച്ച് കൊടുക്കാമെന്ന് ഞങ്ങളുടെ പ്രസിഡന്റായ തുളസി ചേച്ചി പറഞ്ഞു. ഞാൻ അവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കി. ഭക്ഷണം ഞങ്ങൾ എല്ലാവരും കൂടി വിളമ്പിക്കൊടുത്തു. ഞാനും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് ഞാൻ എഴുന്നേറ്റ് താഴെ നോക്കിയപ്പോൾ ദേ കിടക്കുന്നു സൂര്യൻ ഉദിച്ചതുപോലെ ഒരു വലിയ മഞ്ചാടിക്കുരു. ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞു എടുത്ത് കുറേ ഉമ്മ കൊടുത്തുട്ടോ. എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായതെന്ന് അറിയില്ല. അവിടെ വൃത്തിയാക്കിയപ്പോഴും എല്ലാവരും അവിടെ ചവിട്ടി നിന്ന് ഭക്ഷണം വാങ്ങിയത്. അതുപോലെ തന്നെ അവിടെ മഞ്ചാടിക്കുരു എവിടെ നിന്ന് വരാൻ? അങ്ങനെ വരാനും സാധ്യതയില്ല. അവിടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ കണ്ണൻ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു. കണ്ണനെ കാണിച്ചു കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടനോടും മക്കളോടും പറഞ്ഞു, എൻ്റെ കണ്ണൻ എനിക്ക് തന്ന സമ്മാനം. ഞാനൊരു ചെറിയ പറ ഉണ്ട് വീട്ടിൽ, അതിലാക്കിയിട്ട് കണ്ണൻ്റെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒന്നെൻ്റെ കണ്ണന് ഒപ്പുണ്ട്. പിന്നെ 2-ാം തീയതി വെളുപ്പിന് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നു. എനിക്ക് കണ്ണൻ തന്ന മഞ്ചാടിയും ഞാനിവിടെ വെക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒരുപാട് എഴുതിപ്പോയി സാർ. വായിക്കുമ്പോൾ ചുരുക്കി വായിച്ചാൽ മതി കേട്ടോ. ഓം നമോ നാരായണായ. എന്ത് ചുരുക്കി വായിക്കാനൊന്നുമില്ല. ഇതൊരു ഗംഭീരമായിട്ടുള്ള അനുഭവം അല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ഒന്നാമത്തെ ഞാനവിടെ ഹൈലൈറ്റ് ചെയ്ത് സേവനം ചെയ്യുകയാണല്ലേ. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹത്തോട് എല്ലാവർക്കും കഞ്ഞിയൊക്കെ കൊടുക്കുന്നത്. അപ്പം പിന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യം ഭഗവാനായിട്ട് ചെറുങ്ങനെ ഒന്ന് കാണിച്ചു തരണ്ടേ? എന്നാലല്ലേ അത് അതിൻ്റെ ഭംഗിയായിട്ട് നടക്കുള്ളൂ. നമ്മളെ സന്തോഷിപ്പിക്കും ഭഗവാൻ. നമ്മൾ ഭഗവാനോട് അത്രയും അടുത്ത് നിന്നാൽ, സ്നേഹത്തോടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ സന്തോഷിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു. എന്താ കഥ? ഒന്നും പറയാനില്ല അല്ലേ? അപ്പം പരീക്ഷകളൊക്കെയാണ്, ചൂടാണ്. ഗുരുവായൂരൊക്കെ വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ചൂട് കൊണ്ടൊക്കെ. അപ്പോൾ വെള്ളമൊക്കെ കരുത് കേട്ടോ. കഴിയുന്നതും നട്ടുച്ചയ്ക്കൊക്കെ യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് യാത്ര ചെയ്യാം. ചൂടിൻ്റെ അതിന് ഇരട്ടി സുഖമാണ് വൈകുന്നേരമൊക്കെ, പടിഞ്ഞാറൻ കാറ്റുകളൊക്കെ ആയിട്ട്. അങ്ങനെ പോകുന്നു വിശേഷമല്ലേ? അപ്പം ഗ്രൂപ്പിൽ വരുന്നവർക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഹരേ കൃഷ്ണ.